ഇന്ത്യക്ക് ഒരു വിദൂര സാധ്യത പോലും ഒരുപക്ഷെ മഴയുടെ രൂപത്തിലെങ്കിലും വന്ന് അത് തട്ടിയെടുക്കുമെന്ന് ആശങ്കപ്പെട്ടവരുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ബൗളർമാർ മോർണിംഗിലേക്ക് വന്നപ്പോൾ ആദ്യ 2 പന്ത് തന്നെ ബൗണ്ടറി പറന്നപ്പോൾ പോലും ഇന്ത്യക്ക് വലിയ ആശങ്കയായിരുന്നു. പക്ഷേ മഴ മാറി നിന്നു, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിനപ്പുറത്ത് ഇന്ത്യൻ ബൗളർമാരുടെ നിശ്ചയദാർഢ്യം അത് തന്നെയാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥയും അനുകൂലമായി വന്നതോടുകൂടി ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ ജയം തന്നെയാണ് നേടാൻ സഹായിച്ചിരിക്കുന്നത്, ഓവൽ നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് എന്തായാലും നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി അതിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ തലമുറ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ കാല താരങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരിക്കലും ടാലൻസിന് കുറവുണ്ടായിട്ടില്ല. സച്ചിൻ പോയപ്പോൾ വിരാട് കോഹ്ലി വന്നു, വിരാട് കോഹ്ലി പോയപ്പോൾ ഇനി ഗില്ലുണ്ട്, അല്ലെങ്കിൽ ഗിൽ പോകുമ്പോൾ ഇനി മറ്റൊരാൾ വരും. ഈ ഒരു ചെയിന് ഒരു കാലത്തും മാറ്റമുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ബൗളർമാർക്ക് ഓഫ് ഡേ വന്നാൽ മറ്റൊരു ബൗളർ രംഗത്ത് വരികയും അദ്ദേഹം ജയം സമ്മാനിക്കും എന്നതിനൊരു തെളിവ് തന്നെയാണ് ഇന്ത്യ ജയിച്ച 2 ടെസ്റ്റുകളും. ഇന്ത്യ ജയിച്ച 2 ടെസ്റ്റിലും ബുംറ കളിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യയുടെ സ്റ്റാർ പേസറാണ്, ഇന്ത്യയുടെ ഐക്കണാണ്. പക്ഷേ അദ്ദേഹം ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് മുഹമ്മദ് സിറാജ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കാണിക്കുകയുണ്ടായത്. അദ്ദേഹം ബുംറയുടെ കൂടി ആ ഒരു ഉത്തരവാദിത്തം മുഹമ്മദ് സിറാജിനൊപ്പം തന്നെ നമ്മൾ പ്രസിദ്ധ് കൃഷ്ണയുടെ പേര് കൂടി എടുത്തു പറയേണ്ടതല്ലേ ഇതിൽ? തീർച്ചയായിട്ടും പ്രസിദ്ധ് കൃഷ്ണയുടെ പേരും എടുത്തു പറയേണ്ടതാണ്. നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചതാണ്. അതായത് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ആദ്യ ടെസ്റ്റുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അങ്ങേയറ്റം മോശമായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് ഇംഗ്ലണ്ട് ബാറ്റർമാർ തല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും കഴിഞ്ഞ മത്സരത്തിൽ അൻഷുൽ കാംബോജിനൊക്കെ തന്നെ അവസരം കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ബുംറ ഇല്ല, ഇല്ലെങ്കിൽ അൻഷുൽ കാംബോജ് വീണ്ടും ആദ്യ മത്സരത്തിൽ തിളങ്ങാനായില്ല. ഇതോടുകൂടിയാണ് പ്രസിദ്ധ് കൃഷ്ണയെ തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിലും 4 വിക്കറ്റ്, ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു റെക്കോർഡ് കൂടി ഇവിടെ പിറന്നിരുന്നു, ജോ റൂട്ടിന്റെ ഒരു റെക്കോർഡ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്നത്. അതുകൂടി നമുക്ക് ചുരുക്കി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ജോ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ്, ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനം കണ്ട കാഴ്ചവെച്ച സീരീസ് കൂടിയാണ്. അദ്ദേഹം 3 സെഞ്ചുറികൾ നേടുകയും ചെയ്തു. അതായത് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന തരത്തിൽ അദ്ദേഹം സച്ചിനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഓസ്ട്രേലിയയുടെ ഇതിഹാസ നായകൻ റിക്കി പോണ്ടിംഗ് മാത്രമാണ് അദ്ദേഹത്തിന് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന തരത്തിലുണ്ടായിരുന്നത്. പക്ഷേ റൂട്ടിൻ്റെ ഒരു മികച്ച പ്രകടനം കണ്ട സീരീസ് എങ്കിൽ ഒരു 2 ടീമുകളും ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച ടൂർണമെൻറ്റ് എന്നതിനപ്പുറം ഇന്ത്യൻ ടീമിൻ്റെ തലമുറ മാറ്റത്തിൽ ഇന്ത്യൻ ടീം നിരാശപ്പെടുത്തിയില്ല, ഗംഭീരം നിരാശപ്പെടുത്തിയില്ല, ശുഭ്മാൻ ഗില്ലും സംഘവും നിരാശപ്പെടുത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വസിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, സന്തോഷകരമായ വാർത്തയാണ്. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. ഒരു ഘട്ടത്തിൽ കളി കൈവിട്ടു പോയി എന്നുള്ള ഘട്ടത്തിൽ എത്തിയതാണ്. അപ്പോഴാണ് ത്രസിപ്പിക്കുന്ന ജയത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ തലമുറ മാറ്റം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒരു നാടകീയ വിജയമാണ് ഇന്നിപ്പോൾ ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. പ്രസിദ്ധ് കൃഷ്ണ ഉൾപ്പെടെയുള്ള കളിക്കാരുടെ, മുഹമ്മദ് സിറാജ് ഉൾപ്പെടെയുള്ള കളിക്കാരുടെ പേരുകളൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതാണ് ഈ ടെസ്റ്റിൽ. ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഒരു ഘട്ടമായി ഇത് മാറുകയാണ്. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.